നമസ്കാരം. ഔ ടി വി 24/7 ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീതിയാണ്. സെക്യൂർ മീ ഇൻഷുറൻസ് സൊല്യൂഷൻ്റെ ഓപ്പറേഷൻ ഹെഡാണ്. നമസ്കാരം. നമസ്കാരം. ശരിക്കും ഒരുപാട് ഇൻഷുറൻസ് ബ്രോക്കേഴ്സിനെയും ഇൻഷുറൻസ് സ്ഥാപനങ്ങളിലൊക്കെ ഞാൻ പോവുകയും അവരെ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഒരു മലയാളിയായ ഒരു ലേഡി ഈ ഒരു മേഖലയിൽ ഞാൻ പരിചയപ്പെടുന്നത്. അപ്പം ഈ മേഖലയിൽ എത്തിയിട്ട് എത്ര വർഷമായി? ഈ മേഖലയിൽ ഇപ്പോൾ വന്നിട്ട് 14 വർഷത്തോളം ആവുന്നു. നമ്മൾ ബ്രോക്കിംഗ് ഫീൽഡിലാണ് തുടങ്ങിയത്. ഞാൻ തുടങ്ങിയത് തന്നെ സെയിൽസ് കോർഡിനേറ്ററും സെയിൽസും എൻ്റെ മെയിൻ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ സെയിൽസ് തന്നെയായിരുന്നു. സ്റ്റാർട്ടിങ് മുതൽ സെയിൽസ് തന്നെയായിരുന്നു. അണ്ടർറൈറ്റിങ്ങിലോട്ട് അധികം കൈവച്ചിട്ടില്ല. ഇപ്പോൾ എല്ലാതരം സെയിൽസും ചെയ്യുന്നുണ്ട്. അതായത് മോട്ടോർ, മെഡിക്കല്, ജനറൽ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഇവിടെ ഒരു ഹ്യൂജ് നമ്പർ ഓഫ് വെറൈറ്റി ജനറൽ പ്രൊഡക്ട്സ് ഉണ്ട്. ലൈക്ക് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഫയർ, തേർഡ് പാർട്ടി ലയബിലിറ്റി, അതുപോലെ തന്നെ പ്രോപ്പർട്ടി ഓണേഴ്സ്ക്ക്, കോൺട്രാക്ടർ ഓണേഴ്സ്ക്ക്, അങ്ങനെ പലതും, വർക്ക്മെൻ കോമ്പൻസേഷൻ, അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്തു പോകുന്നു. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ സെക്യൂർ മീ ഇൻഷുറൻസ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ എല്ലാം അതിലും നമ്മൾ ഈ പറഞ്ഞ എല്ലാ പ്രൊഡക്റ്റുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ചെയ്തു പോകുന്നത്. അതിലിപ്പോൾ മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഈ ഒരു പ്ലാറ്റ്ഫോം തുടങ്ങിയിരിക്കുന്നത് തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ അവരുടെ ഈസി ആക്സസിനും അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ക്ലെയിംസ് ആയിക്കോട്ടെ, അപ്പോൾ ഒരു പെട്ടെന്നൊരു പോയിന്റ് ഓഫ് കോൺടാക്ട് കിട്ടണം. അപ്പോൾ പൊതുവെ നോക്കൂ, ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ് നമ്മൾ എടുത്തു, അതിന് പല രീതിയിൽ ആളുകൾക്ക് അപ്രോച്ച് ചെയ്യാം. ഡയറക്റ്റ് ഇൻഷുറൻസ് കമ്പനീനെ കോർഡിനേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുണ്ട്. അവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്നൊരു പോയിന്റ് ഓഫ് കോണ്ടാക്ട്, എല്ലാവരും പെട്ടെന്ന് വണ്ടി ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആകെ വറീഡാവും, എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തുണ്ടാവില്ല, എല്ലാവരും ഭയങ്കര ടെൻസ്ഡാവും. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അവർക്കൊരു മെയിൻ പോയിന്റ് ഓഫ് കോണ്ടാക്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ 24/7 ആണ് മോസ്റ്റ്ലി നമ്മളത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അതിൻ്റെതായിട്ടുള്ള അഡ്വൈസ് കറക്റ്റായിട്ട് കൊടുത്ത് അവരൊന്ന് കൂൾ ഡൗൺ ആക്കി, കം ഡൗൺ ആക്കി അതിനുള്ള കറക്റ്റ് പാത നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇനി നിങ്ങൾ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്, നിങ്ങൾ വറീഡ് ആവണ്ട. അങ്ങനെ നിങ്ങൾക്കിപ്പോൾ എന്താ പറയുക, മെഡിക്കലി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, ആക്സിഡൻറ്റിൽ ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ളതും പറഞ്ഞു കൊടുക്കും. ആംബുലൻസിനെ വിളിക്കലും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും, വണ്ടി എങ്ങോട്ട് മൂവ് ചെയ്യണം, അത് രാത്രി ആയാലും എങ്ങനെയാണ് വണ്ടി എങ്ങോട്ട് മൂവ് ചെയ്യണം, നിങ്ങൾ വറീഡ് ആവണ്ട, അതിനുള്ള എല്ലാ കറക്റ്റ് കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് അവരെ കംഫർട്ടബിൾ ആക്കുന്നുണ്ട്. വെരി നെക്സ്റ്റ് വർക്കിംഗ് ഡേ പിന്നെ നമ്മൾ അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയർ, ക്ലെയിം പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ കംഫർട്ടബിൾ ആക്കുന്നു, വണ്ടി നന്നാക്കുന്നു, തിരിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ എന്തുകൊണ്ടും മോട്ടറിന് മാത്രമല്ല, അത് മെഡിക്കലാണെങ്കിലും ഏത് രീതിയിലുള്ള ക്ലെയിം ആണെങ്കിലും നമ്മളത് ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പോയിന്റ് ഓഫ് കോൺടാക്ട് ഉണ്ടാവും. അല്ലാതെ ഇപ്പോൾ ഒരു കോൾ സെന്ററിലൊക്കെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ, വലിയ ഇതിലൊക്കെ നോക്കുകയാണെങ്കിൽ കോൾ സെന്ററിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേരം ഹോൾഡ് ചെയ്യണം ഒരാളെ കിട്ടാനായിട്ട്. 1 പ്രസ് ചെയ്യൂ, 2 പ്രസ് ചെയ്യൂ, 3 പ്രസ് ചെയ്യൂ, ക്ലെയിമിന് വേണ്ടി 4 പ്രസ് ചെയ്യൂ, അങ്ങനെയല്ലേ. അപ്പൊ ഇവിടെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരരുത് എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഒരു വ്യൂ പോയിന്റ്. അപ്പോൾ അത് നോക്കിയിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഈ ഒരു സംരംഭം. അതെ. പിന്നെ സ്വാഭാവികമായിട്ടും ഈ ഇൻഷുറൻസ് സംബന്ധിച്ച് ചോദിക്കുമ്പോൾ പൊതുവേ ഒരു സ്ത്രീ ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഹസ്ബൻഡ് വിസയിൽ നേരെ ഇവിടെ ഒരു സ്ത്രീ വന്നു, അവർ വന്ന് ഇപ്പം അവർ പിന്നെ കൺസീവ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു ഇൻഷുറൻസിൻ്റെ ഒരു ടേം പോളിസി ഉണ്ടാവുമല്ലോ, അതെങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാമോ? അതായത് ഇപ്പോൾ ഹസ്ബൻഡ് വിസയിലുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അത് 2 രീതിയിലാണ് ഈ മെഡിക്കൽ ഇൻഷുറൻസ് ഉള്ളത്. അതായത് ദുബായിക്കാർക്ക് വേറെ ഒരു പ്രൊസീജിയറും നോർത്തേൺ എമിറേറ്റിലുള്ള ആളുകൾക്ക് സെപ്പറേറ്റ് പോളിസികളും ബെനിഫിറ്റ്സുകളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വ്യത്യാസമുണ്ട്. അബുദാബി അലൈൻ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റുകളാണ് ഉള്ളത്. അപ്പോൾ ദുബായ് വിസയിലുള്ള ഒരു ലേഡിയാണ്, മാരീഡ് ആണ് എങ്കിൽ നമ്മളിപ്പോൾ ഒരു ബേസിക് പ്ലാനാണ് അവർ എടുക്കണമെന്നുണ്ടെങ്കിൽ, പൊതുവേ ബേസിക് പ്ലാനുകൾക്കാണ് ഇപ്പോൾ ഒരു കോസ്റ്റ്ലി, ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് ബേസിക് പ്ലാൻ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കറൻ്റ്ലി പ്രഗ്നൻ്റ് ആണോ എന്നുള്ളതാണ്. കറൻ്റ്ലി പ്രഗ്നൻ്റ് ആണെങ്കിൽ ടോട്ടലി മാറി. അപ്പോൾ കറൻ്റ്ലി പ്രഗ്നൻ്റ് അല്ല എന്നാൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ളതാണല്ലോ പകുതിയായിട്ടുള്ള മാരീഡ് ഫീമെയിൽസിൻ്റെ ഒക്കെ ഒരു ഇത് വരുന്നത്. അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞത് വെച്ചാൽ ഇപ്പോൾ ബേസിക് പ്ലാൻ, ദുബായ് വിസയിലുള്ള ഒരു ലേഡിയാണ്, ബേസിക് പ്ലാനാണ് താങ്കൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ
പ്ലാൻ എടുത്ത് ആക്ടിവേഷൻ 24 hours നോർമലി ഒരു ആക്ടിവേഷൻ ടൈം. നമ്മൾ ഇന്ന് പേ ചെയ്ത് ഇന്ന് എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ആക്ടിവേറ്റ് ആകുന്നത് വളരെ കുറച്ച് കേസുകളാണ്. ഒരു 80% ഒക്കെ ചിലപ്പോൾ അന്ന് തന്നെ ആക്ടിവേറ്റ് ആയിരിക്കാം. എങ്കിലും നമ്മളൊരു 24 hours ടേൺ അറൗണ്ട് ടൈം പറഞ്ഞതിന് ശേഷം പോളിസി ആക്ടിവേറ്റ് ആയതിനു ശേഷം 45 ദിവസം കഴിഞ്ഞതിന് ശേഷം അവർ കൺസീവ് ആവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ബേസിക് പോളിസിയിൽ പ്രഗ്നൻസി ഡേ 1 മുതൽ കവർ ചെയ്ത് പോകാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാത്ത പക്ഷം അതിന് വെയിറ്റിംഗ് പീരീഡും കാര്യങ്ങളും വരും, കവർ ആകാതെയും പോകും. അപ്പോൾ അത് എപ്പോഴും ലേഡീസ് നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മളത് ഇവിടെ നമ്മുടെ സെയിൽസ് കൺസൾട്ടന്റ് ടീമുകളെ വിളിക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, ഒരു ഹിഡൻ ആയിട്ടുള്ള സംഭവമില്ല. വളരെ വ്യക്തമായ ഒരു അറിവാണ് ഇപ്പോൾ തന്നത്. പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരികയും ഇവര് പ്രഗ്നന്റ് ആയതിനു ശേഷമാണ് ഈ ഇൻഷുറൻസിനെ കുറിച്ച് ആലോചിക്കുകയും ഓടുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വ്യാജമായിട്ട് തന്നെ ഞങ്ങൾ പ്ലാൻ ആണെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നു. അതെ, ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പെട്ടുപോയവരൊക്കെ ഒരുപാട് പേര് നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ടൊക്കെ ഉണ്ട്. എന്താ ചെയ്യണ്ടേ, ഇങ്ങനെ പൈസ എടുത്തു പക്ഷെ എനിക്ക് കവറേജ് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ തുടക്കത്തിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ഇതാണ്, ഇപ്പോൾ കറണ്ട്ലി ആണോ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് എടുക്കൂ പക്ഷെ 45 ദിവസം കഴിഞ്ഞതിന് ശേഷം പ്രഗ്നന്റ് ആയാൽ മാത്രമേ ഇത് കവർ ആകുള്ളൂ കേട്ടോ എന്നുള്ളത് കറക്റ്റ് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മളത് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഭാവിയിലോട്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടായി മാറും. പിന്നെ വേറൊരു സംഭവം വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി കറണ്ട്ലി പ്രഗ്നന്റ് ആണ് എങ്കിൽ നമ്മളവരോട് ചോദിക്കും എത്ര വീക്സ് ആണ്, അതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം മെഡിക്കൽ റിപ്പോർട്ടോട് കൂടി തന്നെ നമ്മൾ ഇൻഷുറൻസ് കമ്പനീനെ ഇൻറ്റിമേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അവർക്ക് ലോഡിങ്ങോട് കൂടിയിട്ട്, ഒരു ലോഡിങ് എന്തായാലും ഉണ്ട്, ഒരു നിശ്ചിത ലോഡിങ് ഉണ്ട്. അത് ബേസിക് പ്ലാൻ ആണെങ്കിലും സ്റ്റാൻഡേർഡ് പ്ലാൻ ആകുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന നെറ്റ്വർക്കിനനുസരിച്ചിട്ട് അതിനകത്ത് പ്രീമിയത്തിൽ ഒരുപാട് വേരിയേഷൻസ് വരും. പ്രീമിയം കൂടിക്കൊണ്ടേയിരിക്കും. ഈ പ്രീമിയം എന്ന് പറയുന്നത് റേറ്റ് അത് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന ബേസിക് പ്ലാൻ ആണെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെയാണ് കവർ ആകുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് കവർ ആകുന്നതും. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രീമിയം ലെവൽ കുറച്ച് താഴ്ന്നിരിക്കും. എങ്കിലും ഈ പറഞ്ഞ ബെനിഫിറ്റ്സുകളെല്ലാം കവർ ചെയ്ത് കിട്ടുകയും ചെയ്യും. അതിൻ്റെതായ രീതിയിൽ അത് യൂസ് ചെയ്ത് പോകണം. അതാണ് നമ്മൾ കസ്റ്റമറെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു ബേസിക് പ്ലാൻ എടുത്താൽ നിങ്ങൾ ഈ രീതിയിൽ ഇത് യൂസ് ചെയ്യൂ, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും വരില്ല. അല്ലാതെ ഇപ്പോൾ ഒരു ബേസിക് പ്ലാൻ എടുത്തിട്ട് നേരെ എനിക്ക് അമേരിക്കൻ ഹോസ്പിറ്റലിലോട്ട് പോകണം എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല നെറ്റ്വർക്കുള്ള പ്ലാൻ തന്നെ ചൂസ് ചെയ്യണം. അതിന് ഹയർ പ്രീമിയം നമ്മൾ മുടക്കണം. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു വുമൺ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് എത്ര വീക്സ് പ്രഗ്നന്റ് ആണെന്ന് ഇൻഷുറൻസ് കമ്പനിയെ ഇൻറ്റിമേറ്റ് ചെയ്ത് വിത്തിൻ ഒരു 2 ഡേയ്സിനുള്ളിൽ 2 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമ്മൾ അവർക്ക് കറക്റ്റ് ലോഡിങ് വെച്ചിട്ടുള്ള ഒരു പ്രീമിയം കൊടുക്കും. അത് നോർമലി ദുബായ് വിസയിലുള്ള ആളുകളാണെങ്കിൽ ഞാനൊരു റഫ് ഐഡിയ പറയുകയാണ് കേട്ടോ, പിന്നെ അവരുടെ കണ്ടീഷൻസ് അനുസരിച്ചിട്ടൊക്കെ അതിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുള്ള പ്രഗ്നൻസിയൊക്കെ കാണുന്ന രീതിയിലുള്ള ലക്ഷണങ്ങളുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻഷുറൻസ് കമ്പനി അതിനനുസരിച്ച് പ്രീമിയം വ്യത്യാസം വരുത്തും. അല്ലാത്ത പക്ഷം നമുക്കൊരു 8,000 to 10,000 ലോഡിങ്ങോട് കൂടി പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്ക് നമുക്കൊരു വർഷത്തേക്ക് പോളിസി കൊടുക്കാം. അവരുടെ പ്രഗ്നൻസി എല്ലാം അതിനകത്ത് കവറായി പോകും. അതിൽ ബേസിക്കലി ദുബായിലുള്ളവരാണെന്നുണ്ടെങ്കിൽ 8 മാസം വരെ ബേസിക് പ്ലാൻ എടുത്തേക്കുന്നവരാണെങ്കിൽ 8 മാസം വരെ ക്ലിനിക്കിൽ കൺസൾട്ട് ചെയ്യുക. അവരുടെ ആ ഒരു ഇൻഷുറൻസിന്റെ ക്ലെയിം റേഷ്യോ കുറഞ്ഞിരിക്കും. എപ്പോഴും ക്ലിനിക്കിൽ 8 മാസം വരെ 8 മാസം വരെയാണ് ഇവിടെ നോർമലി പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിനെ ക്ലിനിക്കിൽ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ 8 മാസം വരെ ക്ലിനിക്കിൽ കൺസൾട്ട് ചെയ്യാം. 8ാം മാസത്തിന് ശേഷം ഏത് ഹോസ്പിറ്റലിലാണോ നമ്മൾ ഡെലിവറി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കൊരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ, ഉദ്ദേശിക്കുന്നത് ആസ്ട്ര ആവാം, NMC ആകാം, ബെൽഹോൾ ആവാം, ഇന്റർനാഷണൽ മോഡേൺ ഹോസ്പിറ്റൽ ആകാം. അപ്പോൾ അവിടെ 8ാം മാസത്തിന് ശേഷം ഈ ഫയൽ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ നടക്കും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ക്ലെയിം റേഷ്യോ കുറച്ച് കുറഞ്ഞിരിക്കും. നമ്മൾ തുടക്കത്തിലേ ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ക്ലെയിം റേഷ്യോ കൂടും. അത് നമ്മുടെ നെക്സ്റ്റ് റിന്യൂവലിനെ ബാധിക്കും. അപ്പം ഇതാണ് മെറ്റേണിറ്റിയിൽ നമുക്ക് ദുബായ് വിസക്കാർക്ക് പറയാനുള്ളത്. അതല്ല, ഇതിപ്പോൾ നമ്മൾ പ്ലാൻഡ് ആയിട്ടാണെങ്കിൽ ഇപ്പം അതിനാണെങ്കിൽ എത്രയായിരിക്കും പ്രീമിയം പോകുന്നത്? പ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതാണ്, നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രഗ്നന്റ് ആണോ അല്ല എങ്കിൽ 45 ദിവസത്തിന് ശേഷമേ പ്രഗ്നന്റ് ആകാവൂ. എങ്കിലേ ഈ പ്ലാനിൽ കവർ ആവുള്ളൂ. 44ാമത്തെ ദിവസം പ്രഗ്നന്റ് ആയെന്ന് തിരിച്ചറിഞ്ഞാൽ പോലും നമുക്ക് ഇതിനകത്ത് കവറേജ് കിട്ടില്ല. അതെ, അങ്ങനെയാണ്. ഇനി നോർത്തേൺ എമിറേറ്റ് വിസക്കാരാണെങ്കിൽ, ഷാർജ അജ്മാനായിട്ടുള്ള വിസക്കാരാണെങ്കിൽ അവർക്ക് ബേസിക് പ്ലാനിന് പ്രീമിയം വളരെ കുറവാണ്. ദുബായ്ക്കാർക്ക് പ്രീമിയം നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് തന്നെ 2,889 ദിറംസ് ഇൻക്ലൂഡിങ് വാറ്റും ബസ്മയും എല്ലാം അടക്കം നമുക്ക് ആ ഒരു ചാർജ് വരുന്നുണ്ട്. ഓറിയന്റ് ഇൻഷുറൻസിന്റെ പോളിസികളാണെങ്കിൽ അതിലും കുറഞ്ഞ ഇൻഷുറൻസ് കമ്പനി ഉണ്ട്. ഒരു 1,890 ആ റേഞ്ചിൽ വരുന്നതാണ് ദുബായ് ഇൻഷുറൻസിന്റെ പ്ലാനുകളെല്ലാം. അപ്പോൾ ഈ 2 ഇൻഷുറൻസ് കമ്പനിയാണ് കോമൺലി നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം ക്ലെയിംസ് എല്ലാം കുറച്ചും കൂടെ ഈസി ആയിട്ട് പോകുന്നതാണ്. നമുക്ക് മെഡിക്കൽ ക്ലെയിം ഹാൻഡിൽ ചെയ്യാൻ തന്നെ സെപ്പറേറ്റ് ഇവിടെ ആളുകളും വിങ്സും എല്ലാം ഉണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ നോർത്തേൺ എമിറേറ്റിലുള്ള ആളുകളുണ്ടല്ലോ, അവർക്ക് നമുക്ക് ബേസിക് പ്ലാൻ കൊടുക്കുകയാണെങ്കിൽ അത് ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ ബേസിക് പ്ലാൻ ആണെങ്കിലും അവിടെ വെയിറ്റിംഗ് പീരീഡ് 12 മാസമാണ്.
ഓ ശരി. ഇവിടെ നമുക്ക് 45 ദിവസമാണ്. അവിടെ നമുക്ക് കറന്റ് പ്രഗ്നന്റ് ആണെങ്കിൽ ലോഡിങ്ങോട് കൂടിയിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് പ്ലാൻ എടുത്ത് പോകാം എന്നുള്ളതാണ്. ബേസിക് ആണെന്നുണ്ടെങ്കിൽ 12 മാസം വെയിറ്റ് ചെയ്യും. അതായത് ആ 1 ഇയറിൽ പ്രഗ്നൻസി കവർ അല്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പ്ലാനിങ് ഉണ്ട് എങ്കിൽ അവർ ബേസിക് പ്ലാൻ എടുക്കരുത് എന്നുള്ള ഒരു അഡ്വൈസ് ആണ് നമ്മൾ ഇവിടുന്ന് ആദ്യം കൊടുക്കുക. അല്ലാത്ത പക്ഷം 12 മാസം വെയിറ്റിംഗ് പീരീഡ് ആണ്. അപ്പോൾ അവർക്ക് ഇനിയിപ്പോൾ പ്ലാനിങ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരെ കൺവിൻസ് ചെയ്ത് ഒരു സ്റ്റാൻഡേർഡ് പ്ലാനിലോട്ട് മാറ്റും. എന്നാൽ ഭയങ്കര ലോഡിംഗ് ഉള്ളതല്ല എങ്കിലും അവർക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് നിങ്ങൾ ഇങ്ങനെ യൂസ് ചെയ്യൂ എങ്കിൽ നിങ്ങൾക്ക് പ്രീമിയം കുറഞ്ഞു വരും, കവറേജ് കിട്ടും എന്നുള്ളത് നമ്മൾ അവരെ കറക്റ്റായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് തന്നെയാണ് പ്ലാനുകൾ വെക്കുക. അതെങ്ങനെയായിരിക്കും അത് ആ ഒരു സ്റ്റാൻഡേർഡ് പ്ലാൻ എന്ന് പറയുമ്പോൾ സാധാരണ ഇപ്പോൾ നോക്കൂ, നമ്മുടെ ബേസിക് പ്ലാനുകളിലാണെങ്കിൽ നമുക്ക് നേരിട്ട് ക്ലിനിക്കിലാണ് പോകാൻ സാധിക്കുക. ക്ലിനിക്കിലെ GP-നെ വേണം നമ്മൾ ആദ്യം കാണാനായിട്ട്. ജനറൽ പ്രാക്ടീഷണറിനെ കണ്ട് അവർ അപ്രൂവൽ നൽകിയാൽ മാത്രമേ, റെഫർ ചെയ്താൽ മാത്രമേ നമുക്കൊരു സ്പെഷ്യലിസ്റ്റിനെ കാണാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇത് ബേസിക്കിലുള്ളതാണ്. നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് പ്ലാനിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ക്ലിനിക്കിലത്തെ സ്പെഷ്യലിസ്റ്റിനെ കാണാൻ സാധിക്കും. റെഫറലിന്റെ ആവശ്യം വരുന്നില്ല. GP-നെ കണ്ടിട്ട് സമയം കളയേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതുമാത്രമല്ല, നല്ല സ്റ്റാൻഡേർഡ് കുറച്ചും കൂടെ കൂടിയ ലെവലിലുള്ളതാണെങ്കിൽ നമുക്ക് ഈ ക്ലിനിക്കിൽ പോകണ്ട, പകരം നമുക്ക് നേരിട്ട് ഹോസ്പിറ്റലുകളിലേക്ക് പോകാം. നമ്മുടെ നെറ്റ്വർക്കിലുള്ള ഹോസ്പിറ്റലിലേക്ക് നേരിട്ട് പോകാം, അവിടുത്തെ സ്പെഷ്യലിസ്റ്റിനെ നേരിട്ട് കാണാം. അങ്ങനെ വരുന്ന പ്ലാൻ ഇപ്പോൾ നമുക്ക് തന്നെ ആലോചിച്ചറിയാം. ക്ലിനിക്കിൽ പോകുമ്പോൾ പ്രീമിയം കുറവായിരിക്കും, നേരിട്ട് ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോൾ പ്രീമിയം കൂടുതലായിരിക്കും, ഫെസിലിറ്റികൾ കൂടും, നമുക്ക് കിട്ടുന്ന മെഡിസിൻ്റെ ലിമിറ്റുകൾ കൂടും. ഇപ്പോൾ ബേസിക് പ്ലാനിലൊക്കെ ദുബായിലുള്ള വിസയിലുള്ള ആളുകൾക്കാണെങ്കിൽ ബേസിക് പ്ലാനിൽ നമുക്കൊരു വർഷത്തേക്ക് വാങ്ങാൻ സാധിക്കുന്ന മെഡിസിൻ എന്ന് പറയുന്നത് 2500 ദിറംസിന്റെ മെഡിസിനെ നമുക്ക് കിട്ടുള്ളൂ. അതിൽ 30% കോ പേയ്മെന്റ് നമ്മൾ പേ ചെയ്യണം. അതേസമയം നമ്മൾ സ്റ്റാൻഡേർഡ് പ്ലാനിലോട്ട് മാറുകയാണെങ്കിൽ ഈ 2500 പകരം നമുക്ക് അവിടെ 5000 കിട്ടും, 7500 കിട്ടും, 10,000 കിട്ടും. അപ് ടു ദ ആനുവൽ ലിമിറ്റ് വരേക്കും നമുക്ക് കവറേജ് കിട്ടുന്ന തരത്തിലുള്ള പ്ലാനുകളുണ്ട്. പക്ഷെ അതിനൊക്കെ പ്രീമിയത്തിൽ വ്യത്യാസം ഉണ്ടാവും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ പ്രോബ് ചെയ്യും. അതായത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങളുടെ എന്തൊക്കെയാണ് റിക്വയർമെന്റ്, ഏത് ഹോസ്പിറ്റൽ വേണം, നിങ്ങളിപ്പോൾ കൺസൾട്ട് കണ്ടിന്യൂസ്ലി എവിടെയെങ്കിലും ചെയ്യുന്നുണ്ടോ, ഇന്ന ഡോക്ടറെ കാണുന്നവരുണ്ട്, ആ ഡോക്ടർ ഇരിക്കുന്നത് ഇന്ന ഹോസ്പിറ്റലിലായിരിക്കും. അപ്പോൾ അതുള്ള നെറ്റ്വർക്ക് നോക്കണം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ നെക്സ്റ്റ് കെയർ തന്നെ എടുക്കുകയാണെന്ന് വിചാരിക്കും, അതൊരു തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ആണ്. സപ്പോസ് നമ്മളിപ്പോൾ ഓറിയന്റ് ഇൻഷുറൻസിന്റെ പോളിസി എടുത്തു, ഇപ്പോൾ സാറൊക്കെ എടുത്തിട്ടുണ്ടാവുക ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ മെഡിക്കൽ പ്ലാൻ ആണല്ലോ. അതിൽ ആ ഇൻഷുറൻസ് കമ്പനി അല്ല നമുക്ക് സർവീസും കാര്യങ്ങളും അപ്രൂവലൊക്കെ തരുന്നത്, അത് ഒരു തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ആണ് തരുന്നത്. അതായത് നെക്സ്റ്റ് കെയർ, മെഡ്നെറ്റ്, നാസ്, ഇനായ, അതൊക്കെ ഇല്ലേ, അതെല്ലാമാണ് ഈ തേർഡ് പാർട്ടി TPA എന്ന് പറയും. അവരാണ് നമുക്ക് ഈ അപ്രൂവലൊക്കെ തരുന്നത്. മെഡിസിൻ അപ്രൂവൽ, ഓപ്പറേഷൻ അപ്രൂവൽ, എല്ലാ കാര്യങ്ങളുടെയും അപ്രൂവൽ തരുന്നത് അവരാണ്, ഇൻഷുറൻസ് കമ്പനി അല്ല. അപ്പോൾ ഇപ്പം നെക്സ്റ്റ് കെയർ എന്ന് പറയുന്ന ഒരു തേർഡ് പാർട്ടി നല്ല വേൾഡ് വൈഡ് ആണ്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സർവീസ് ചെയ്യുന്ന നല്ലൊരു പ്രൊവൈഡറാണ് അവർ. അപ്പോൾ അവർക്ക് തന്നെ നോക്കൂ, ബേസിക് ലെവലിലുള്ള നെറ്റ്വർക്കിൻ്റെ പേര് തന്നെ PCP RN3 എന്നുള്ള രീതിയാണ്. അതായത് PC എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ലോ ലെവലിലുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ട്. വളരെ ചുരുങ്ങിയ ക്ലിനിക്സ് മാത്രം കവർ ചെയ്യുന്ന ചെറിയൊരു പ്ലാൻ അതുണ്ട്. പിന്നെ PCP RN3, PCP എന്ന് പറയുന്നതുണ്ട്. RN3 എന്ന് പറയുന്ന നെറ്റ്വർക്കാണ്. RN2, RN, GN+. ഇങ്ങനെയാണ് അവരുടെ നെറ്റ്വർക്കിൻ്റെ ലെവൽ പോകുന്നത്. അപ്പോൾ ഏറ്റവും താഴെ നമുക്ക് വളരെ കുറച്ച് ക്ലിനിക്കും വളരെ കുറച്ച് ഹോസ്പിറ്റലേ കിട്ടുള്ളൂ. അതേസമയം നമ്മൾ GN+ലോട്ട് പോയി കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് അമേരിക്കൻ ഹോസ്പിറ്റൽ, കനഡിയൻ ഹോസ്പിറ്റൽ, അൽസഹാറ, അങ്ങനെ എല്ലാ ഹോസ്പിറ്റലും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ ഇതിനും തമ്മിൽ പ്രീമിയത്തിൽ നല്ല വ്യത്യാസം ഉണ്ടാവും, നമുക്ക് കിട്ടുന്ന സർവീസിലും വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ചൂസ് ചെയ്യുന്ന പ്ലാനിന് നെറ്റ്വർക്കിനനുസരിച്ചിട്ട് നമ്മുടെ ബെനിഫിറ്റ്സിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ആദ്യം കസ്റ്റമറോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ്, നിങ്ങൾ എവിടെയാണ് താമസം, നിങ്ങളുടെ റെസിഡൻഷ്യൽ ഏരിയ ഏതാണ്, നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ക്ലിനിക്കുകൾ പൊതുവെ ഏതൊക്കെയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ ഉണ്ടോ, നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആണോ, തൈറോയിഡ് ഉണ്ടോ, അതൊക്കെ നമ്മുടെ ഇന്ത്യൻസിനൊക്കെ, നമ്മുടെ മോസ്റ്റ്ലി വരുന്നത് ഇന്ത്യൻസ് ആണ്. അപ്പോൾ അല്ലെങ്കിൽ ഏഷ്യൻസ് ആണ്. നമുക്കൊക്കെ എന്തായാലും ഒരു 30 ഇപ്പോഴത്തെ ഒരു ജീവിത ശൈലി അനുസരിച്ച് 30-35 കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെ നമുക്കൊരു ബോണസ് പോലെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. ഇപ്പം ഡയബറ്റിക്, കൊളസ്ട്രോൾ, തൈറോയിഡ്, BP ലോ, ലെസ്, എല്ലാം ഉണ്ടല്ലോ, ഹൈ BP ഉള്ളവർ, അങ്ങനെ പല പ്രശ്നങ്ങളും, പിന്നെ ജോലി സംബന്ധമായിട്ട് ടെൻഷൻ അടിച്ച് വേറെ വേറെ അസുഖങ്ങൾ കൊണ്ടുവരുന്നവരും ഉണ്ട്. അപ്പോൾ നമ്മൾ കസ്റ്റമറോട് ആദ്യം ചോദിക്കും, നിങ്ങൾ പ്രീ എക്സിസ്റ്റിംഗ് എന്തെങ്കിലും കണ്ടീഷൻ ഉള്ളവരാണോ എങ്കിൽ അതെന്താണ്, നിങ്ങൾ എത്ര നാളായി മെഡിസിൻ കഴിക്കുന്നു, ഏത് മെഡിസിനാണ് കഴിക്കുന്നത്, എത്ര ഗ്രാമിൻ്റെ മെഡിസിനാണ് കഴിക്കുന്നത്, എത്ര വർഷമായി കഴിക്കുന്നുണ്ട്, ഇതെല്ലാം അറിഞ്ഞതിന് ശേഷമാണ് നമ്മളൊരു കസ്റ്റമറിന് അതിന് പറ്റിയൊരു പ്ലാൻ കൊടുക്കുക. അതുകൊണ്ട് എന്താ, കസ്റ്റമേഴ്സ് എല്ലാം നമ്മുടെ കൂടെ വർഷങ്ങളായിട്ടുണ്ട്. ഒരുപാട് നല്ല നല്ല കസ്റ്റമർ അവർ തന്നെ റെഫർ ചെയ്യുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ അവർ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അവർക്ക് തന്നെ നമ്മൾ കറക്റ്റ് എഡ്യൂക്കേറ്റ് ചെയ്ത് വിടുന്നുണ്ട്.
തീർച്ചയായിട്ടും വളരെ എന്താണ് ഫ്ലോ ആയിട്ട് വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഇതിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പം ഈ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വിളിക്കണം, അല്ലെങ്കിൽ ഒരു മെറ്റേണിറ്റിക്ക് വേണ്ടിയായിരിക്കാം, അതല്ലെങ്കിൽ അവരുടെ പിന്നെ മറ്റ് ഇൻഷുറൻസ് ആവശ്യങ്ങൾക്കായിരിക്കാം, അത് എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യുന്നത്? നമുക്കിപ്പോൾ നമ്മുടെ സെക്യൂർ മീസ് ഇൻഷുറൻസ് സൊല്യൂഷന് വെബ്സൈറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുമാത്രമല്ല ഇവിടെ നമുക്ക് ഒരു കോമൺ നമ്പർ ഉണ്ട്, അതിനകത്തോട്ട് കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഏത് എൻക്വയറി ആയിക്കോട്ടെ, ഇപ്പം മെഡിക്കലിന് മാത്രമല്ല, ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഇപ്പോൾ ജനറലി എൻക്വയറി ഉണ്ട്, അവരുടെ ഓഫീസിൻ്റെ റിന്യൂവലായി, അവരുടെ ട്രേഡ് ലൈസൻസ് റിന്യൂവലായി, അല്ലെങ്കിൽ അവരുടെ വെഹിക്കിൾ ഇൻഷുറൻസ് റിന്യൂവലൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു കോമൺ നമ്പർ പറയുന്നുണ്ട്, മൊബൈൽ നമ്പർ 05551799527 എന്നുള്ളതാണ് നമ്പർ. അതിനകത്തോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ടുള്ള ആൻസർ കിട്ടിയിരിക്കും, അതിനുള്ള കൊട്ടേഷൻസും അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ രീതിയിൽ പോകുന്നതായിരിക്കും. അപ്പം ഈ ഇൻഷുറൻസ് മേഖലയുടെ എല്ലാ ഇതിലേക്കും ആക്സസ് ആണ്. ഏത് തരം ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അയാളുടെ ബിസിനസ് ആവശ്യത്തിനായിരിക്കാം, അതല്ലെങ്കിൽ പേഴ്സണൽ ആവശ്യത്തിനായിരിക്കാം, ഹോസ്പിറ്റലൈസ് അങ്ങനെയുള്ളത് എന്ത് തരം ഇൻഷുറൻസ് ആയിരുന്നാലും നമ്മൾ പൂർണ്ണമായും നമുക്ക് പറ്റുന്ന ഇത് ചെയ്തു കൊടുക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ ഇപ്പോൾ ഒരുപാട് പേർക്ക് അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ പെട്ടെന്നൊരു വയ്യായിക കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പൊതുവേ ഇവിടെ നോക്കൂ, രാത്രി ഒരു 10 മണിക്ക് ശേഷം ഇവിടെ ക്ലിനിക്സുകളെല്ലാം ബന്ദാണ്, ക്ലോസ്ഡ് ആയിരിക്കുമല്ലോ. ഇപ്പോൾ രാത്രിക്ക് ശേഷം നമുക്കൊരു എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആളുകൾ ആദ്യം ഓടുന്നത് നമ്മുടെ റാഷിദ് ഹോസ്പിറ്റലിലോ ദുബായ് ഹോസ്പിറ്റലൊക്കെ ആയിരിക്കുമല്ലോ. അതൊരു നല്ല കാര്യമാണല്ലോ എന്നല്ല, എങ്കിലും പറയുകയാണ്, പെട്ടെന്നൊരു എമർജൻസി ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ആംബുലൻസിനെ ആദ്യം വിളിക്കുക എന്നുള്ളതാണ്. ചിലർ അവരവരുടെ വണ്ടികളിൽ തന്നെ പോകുന്നവരുണ്ട്. ആദ്യം നാഷണൽ ആംബുലൻസിനെ വിളിക്കുക. അതിനുള്ളിൽ തന്നെ നമ്മുടെ മറ്റുള്ള രാജ്യങ്ങളിലെ പോലെ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ സർവീസ് കൊടുക്കുന്ന ഒരു ഇതാണ് ഇവിടുത്തെ നാഷണൽ ആംബുലൻസ് ഒക്കെ. അപ്പോൾ ആദ്യം ആംബുലൻസ് വിളിക്കുക, അതിനകത്ത് തന്നെ ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിനുശേഷം മാക്സിമം നമ്മുടെ ആസ്റ്റർ NMC ഹോസ്പിറ്റൽ പോലുള്ള ഹോസ്പിറ്റലുകളിലേക്ക് നമ്മുടെ നെറ്റ്വർക്കിലുള്ള ഹോസ്പിറ്റലുകൾ അറിഞ്ഞിരുന്നാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അവിടേക്ക് നേരിട്ട് പോവുകയാണെങ്കിൽ പിന്നെ ഈ അപ്രൂവലും കാര്യങ്ങൾക്കൊന്നും വലിയ ബുദ്ധിമുട്ടുകൾ വരില്ല. അല്ലാത്ത പക്ഷം ഗവൺമെന്റിന്റെ ഹോസ്പിറ്റലിൽ പോകാം, പക്ഷേ നമ്മൾ സ്റ്റേബിൾ ആയതിനു ശേഷം അവർ നമ്മുടെ ഇൻഷുറൻസ് കമ്പനി ഏതാണോ അറിഞ്ഞതിന് ശേഷം കോർഡിനേറ്റ് ചെയ്ത് നമ്മൾ സ്റ്റേബിൾ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിയുടെ നമ്മുടെ നെറ്റ്വർക്കിലുള്ള ഹോസ്പിറ്റലിലേക്ക് അവർ അവിടെ നിന്ന് മാറ്റുകയാണ് പൊതുവേ ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ പല ആളുകൾക്കും അറിയാത്ത കാര്യം, ആംബുലൻസ് ഇനി വിളിച്ചാൽ ബുദ്ധിമുട്ടാവോ, പ്രശ്നമാണോ, അങ്ങനെ പല കസ്റ്റമേഴ്സും നമ്മളോട് ചോദിച്ചു. അവർക്കൊന്നും അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു അവരുടെ വിചാരം ഇത് ലോക്കൽസ് മാത്രം യൂസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ആക്സിഡന്റ് പറ്റുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു സർവീസ് ആണെന്നുള്ളൊരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ട്. ഒരിക്കലും അല്ല. നമുക്കിപ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ രാത്രി ഭയങ്കരമായിട്ട് പനിക്കും, കുഞ്ഞു കുട്ടികൾക്കൊക്കെ. അപ്പോൾ നമുക്ക് ക്ലിനിക്ക് ഒന്നുമില്ല, അടച്ചേക്കുന്ന ഒരു അവസ്ഥ, എന്താ ചെയ്യേണ്ടതെന്ന് ബുദ്ധിമുട്ട് അറിയാതെ നിൽക്കുന്ന ഒരുപാട് പാരൻസ് ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ ആംബുലൻസ് വിളിക്കുക. അപ്പോൾ ദുബായിലാണെങ്കിൽ ദുബായ് ആംബുലൻസ് വിളിക്കുക, ഷാർജയിലാണെങ്കിൽ ഓരോ എമിറേറ്റിനും അവരുടേതായിട്ടുള്ള ആംബുലൻസ് സർവീസുകളാണ്. പക്ഷെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പൊതുവെ പോകാറില്ല, ഷാർജയിൽ നിന്ന് ദുബായിലോട്ട് കൊണ്ടുവരില്ല, അങ്ങനെയൊന്നുമില്ല. ദുബായിയുടെ ഇൻസൈഡ് ഇന്റർസിറ്റി മാത്രമാണ്. അപ്പോൾ വിളിക്കുക, അവർ അതിൻ്റെതായ രീതിയിൽ വീട്ടിലോട്ട് വരും. ഇനിയിപ്പോൾ അവിടെ വന്നതിന് ശേഷം കുട്ടി സ്റ്റേബിൾ ആവണമെങ്കിൽ ഓക്കെ, അതിന് വേറെ ചാർജസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, നമുക്കത് ഫ്രീ സർവീസ് ആണ്. അതറിയാത്ത ഒരുപാട് പാരൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് എന്താ പറയുക, ഒരു പുതിയ അറിവാണ് ആൾക്കാർക്ക് തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ ഈ അസമയത്തൊക്കെ വയ്യായി കഴിഞ്ഞാൽ പിന്നെ വണ്ടി പിടിച്ച് അങ്ങോട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഈ ആംബുലൻസ് സൗകര്യം കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റാണ്. കാരണം അവർക്ക് എന്താണോ ഇനി ഹോസ്പിറ്റലൈസ് ചെയ്യണം അതല്ല വേണ്ട, ഇവര് തന്നെ കൃത്യമായൊരു ദുരുപയോഗപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ എമർജൻസി ആയിട്ടുള്ള ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്പറിലോട്ട് വിളിക്കാം. നമ്മുടെ തന്നെ ഒരുപാട് മലയാളി നേഴ്സുമാർ അതിനകത്ത് വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവരെന്നെ ഇപ്പൊ പല വട്ടങ്ങളിൽ ഞാൻ കോർഡിനേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, എന്തൊരു എമർജൻസി വന്നാലും എമർജൻസി ആയിരുന്നാൽ മതി, എമർജൻസി വന്നാൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യൂ. അത് ഏത് രാത്രിയാണെങ്കിലും നമ്മൾ ആ സമയത്ത് അവിടെ എത്തുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ചിലപ്പോൾ അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുട്ടീനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുകൊണ്ടൊന്നും വരില്ല, അതെല്ലാം സെറ്റിലാക്കി പിറ്റേ ദിവസം സ്റ്റേബിൾ ആയതിനു ശേഷം കുട്ടിയെ ഹോസ്പിറ്റലിലോട്ട് മാറ്റാം. അങ്ങനെയൊക്കെയുള്ള എല്ലാ സർവീസുകളും ഉണ്ട്. പക്ഷെ അതൊന്നും അറിയാത്ത ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. കാരണം ഇത് ഈ ആംബുലൻസ് വിളിക്കുന്നതോടുകൂടി തന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് കൂടെ ഉണ്ടല്ലോ. ഈ പറയും പോലെ ഇൻഷുറൻസ് കവറിങ് നമ്മൾ അതിൽ പെടുമല്ലോ അല്ലേ? ഇവിടെ നമുക്കത് ഫ്രീ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസിലാണെങ്കിൽ നമ്മൾ എടുക്കുന്ന പ്രീമിയത്തിൻ്റെ കൂടെ ആംബുലൻസ് സർവീസ് ഒരാൾക്ക് 6770 ദിർഹംസ് വരെയുള്ള കവറേജ് ഒരു വർഷത്തേക്ക് നമുക്ക് തരുന്നുണ്ട്, മോട്ടോർ ആക്സിഡന്റുകളിലൊക്കെ സംഭവിക്കുന്ന പോലെ. അതുപോലെ മെഡിക്കലിലും ഇതെല്ലാം ഫ്രീ സർവീസ് തന്നെയാണ്. അപ്പോൾ ആംബുലൻസിനെ സംബന്ധിച്ച് നമ്മളെ സ്റ്റേബിൾ ആക്കി ഫസ്റ്റ് എയ്ഡ് തന്ന് നമുക്ക് നെറ്റ്വർക്കിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക, ഒരാളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഉദ്ദേശമല്ലോ. അപ്പോൾ എപ്പോഴും
അപ്പോഴും ഇങ്ങനത്തെ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാഷണൽ ആംബുലൻസിന്റെ സഹായത്തോടു കൂടി തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പലരും ഡ്രൈവ് ചെയ്തെത്തി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്ത ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്കൊന്നും ഇത് അറിയാതെ പോയിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് കൂടുതലുണ്ടായേക്കുന്നത്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ നല്ലതാണ്. പ്രത്യേകിച്ച് രാത്രി കാലഘട്ടങ്ങളിൽ യൂസ് ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും. ഈ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ ഈ 14 വർഷത്തെ എക്സ്പീരിയൻസ് പറഞ്ഞു, ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത. ഇതിൽ ഏറ്റവും മോശപ്പെട്ട ഓരോ കാലഘട്ടവും നമ്മൾ കടന്നാണല്ലോ പോകുന്നത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും പറയുക? തീർച്ചയായിട്ടും ഇപ്പോൾ പറയാൻ പറ്റുക, നമ്മുടെ കഴിഞ്ഞ വർഷം ഏപ്രിൽ 16-ാം തീയതി ആയിരുന്നു ഇവിടെ ദുബായിൽ ഫ്ലഡ് വന്നത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ ആ സമയത്ത് ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ, സത്യം പറഞ്ഞാൽ ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. രാവിലെ ഒരു വെളുപ്പിന് മുതൽ അന്ന് മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആളുകൾ ഓഫീസിൽ പോയി തുടങ്ങുന്ന ഒരു സമയം എന്ന് പറയുന്നത് 7 മണി മുതലുള്ള ഒരു സമയമാണല്ലോ. ആ സമയം മുതൽ ഞങ്ങൾക്ക് കോൾ വന്നുകൊണ്ടേയിരുന്നു, വണ്ടിയിൽ വെള്ളം കയറുന്നു, എന്ത് ചെയ്യണം, ആകെ പാനിക്ക്. കാരണം ഇതാരും ഫേസ് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭം വന്നപ്പോൾ ആളുകൾ വിളിച്ചു തുടങ്ങി എന്ത് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യമേ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് എല്ലാം നൽകിയിരുന്നല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തലേ ദിവസം മീറ്റിംഗ് എല്ലാം നടത്തിയപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഇതിൽ ഇൻഷുറൻസ് നമ്മളിപ്പോൾ ഫുൾ തേർഡ് പാർട്ടി എടുത്തിരിക്കുന്നവരാണെങ്കിൽ പോലീസ് റിപ്പോർട്ട് പോലും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, നമുക്കത് കവർ ചെയ്യില്ല. അതിവിടെ ഓൾറെഡി ഗവൺമെന്റ് തന്നെ അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു. തേർഡ് പാർട്ടി പോളിസികളാണെങ്കിൽ നമുക്ക് ക്ലെയിം കിട്ടില്ല, നാച്ചുറൽ കലാമിറ്റി കവർ ചെയ്യില്ല എന്നുള്ളത് ഓൾറെഡി ഉള്ളതാണ്. ഫുൾ കവർ കോംപ്രിഹെൻസീവ് പോളിസി എടുത്തിട്ടുള്ളവരാണെങ്കിൽ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനഃപൂർവ്വം നമ്മൾ വണ്ടി വെള്ളത്തിലോട്ട് ഇടിച്ച് കയറ്റി ഓടിച്ചുകൊണ്ട് ഒരു ആനന്ദകരമായിട്ട് കൊണ്ടുനടക്കാമെങ്കിൽ തീർച്ചയായിട്ടും അത് കവർ ആകില്ല. അല്ലാത്ത പക്ഷം നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് എന്തോ നിന്നുപോയി, വെള്ളം കയറിയിട്ടായിരിക്കാം, പക്ഷേ സാധാരണ റോട്ടിൽ നിന്നുപോയി, പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് വെള്ളം കയറി വണ്ടി മൊത്തത്തിൽ ഡാമേജ് ആയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് റിപ്പോർട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വാലിഡ് ആയിട്ട് നാച്ചുറൽ കലാമിറ്റിയിൽ അത് കവർ ചെയ്ത് ടോട്ടൽ ലോസ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ട് അതിൻ്റെതായ രീതിയിലുള്ള ഡിപ്രിസിയേഷൻ അനുസരിച്ചിട്ട് പ്രീമിയം നമ്മുടെ കയ്യിലോട്ട് കിട്ടുകയോ, അല്ലെങ്കിൽ വണ്ടി റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലുള്ള കണ്ടീഷൻ ആണെങ്കിൽ അത് ഇൻഷുറൻസ് കമ്പനി കംപ്ലീറ്റ്ലി ചെയ്ത് കൊടുക്കുകയോ ചെയ്യും. എക്സസ് എമൗണ്ട് മാത്രമാണ് നമ്മൾ പേ ചെയ്യേണ്ടി വരിക. അതിൽ ആ സമയത്ത് നമ്മൾ നല്ലപോലെ എന്താ പറയുക, അത്രയധികം കോൾസുകൾ വരികയും എല്ലാവരെയും മാക്സിമം നമ്മൾ കംഫർട്ടാക്കി എല്ലാവരോടും പറഞ്ഞിരുന്നു, ഇങ്ങനെ വെള്ളം കയറുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഒന്നും വേണ്ട സാർ, അവിടെ വണ്ടി നിർത്തിയിട്ടോളൂ, വണ്ടിയുടെ കീ എടുക്കുക, വണ്ടി കാര്യങ്ങളെല്ലാം ലോക്ക് ചെയ്യുക, നിങ്ങളുടേതായിട്ടുള്ള വാല്യൂബിൾ ആയിട്ടുള്ള ഐറ്റംസ് വണ്ടിയിൽ നിന്ന് എടുക്കുക, നിങ്ങൾ രക്ഷപ്പെടുക. അതാണ് ആദ്യം വേണ്ടത്. ഏത് നടു റോട്ടിലാണെങ്കിലും അന്നത്തെ ആ ഒരു അവസ്ഥയിൽ അതാണ് ചെയ്യേണ്ടത്. വണ്ടി ഓടിച്ചു പോകാനോ വണ്ടി ഏതെങ്കിലും കരക്കെത്തിക്കാനോ ശ്രമിക്കരുത്. കാരണം വണ്ടി ഓടിച്ച് എഞ്ചിൻ്റെ ഉള്ളിൽ എഞ്ചിൻ ഓയിലുമായി ഈ ചെളിവെള്ളം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സെർവേയിൽ അത് കറക്റ്റ് അറിയാൻ പറ്റും നമ്മൾ മനഃപൂർവ്വം ഓടിച്ചേക്കുന്നതാണെന്നുള്ളത്. അങ്ങനെ വരികയാണെങ്കിൽ ക്ലെയിം ഡിക്ലെയിം ചെയ്യാനായിട്ട് 99.99% ചാൻസ് ആണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വണ്ടി അവിടെ നിർത്തിയിടുക, സാധനങ്ങൾ എടുക്കുക, നിങ്ങൾ രക്ഷപ്പെടുക എന്നുള്ളതാണ്. അതിനുശേഷം വെള്ളമെല്ലാം ഇറങ്ങിയതിന് ശേഷം പോലീസിനെ വിളിക്കുക, റിപ്പോർട്ട് ഉണ്ടാക്കുക, ക്ലെയിം ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും അവിടെ ഒരുപാട് വെള്ളം കണ്ടിട്ട് അങ്ങോട്ട് ഓടിച്ച് കയറി രക്ഷപ്പെടുമായിരിക്കും, കടന്നു പോകും എന്നുള്ള രീതിയിൽ ചെയ്യരുത് എന്നുള്ളതാണ് ഇൻഷുറൻസ് കമ്പനിയും അറിയിക്കുന്നത്. വാട്ടർ ബോണ്ടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മാക്സിമം അതിലുള്ള പോക്കുകൾ ഒഴിവാക്കുക. ഇനിയിപ്പോൾ വെള്ളം കയറി എന്നുണ്ടെങ്കിൽ ഓടിച്ചു പോകരുത്, അവിടെ നിർത്തിയിടുക, നിങ്ങൾ അതിനുള്ളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്, സേഫ് ആവുന്നുള്ളതാണ്. ഇതൊരു പുതിയ അറിവാണ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഫ്ലഡിൽ ഒരുപാട് വാഹനങ്ങൾക്ക് ഒരുപാട് നാശനഷ്ടം സംഭവിച്ചു. ഈ പറയും പോലെ തന്നെ റോഡിൽ ഇപ്പോൾ നമ്മൾ സേഫായ ഒരു റോഡിൽ കൂടെ ഓടിച്ച് പോകുമ്പോഴേക്കും തൊട്ടടുത്ത് നമ്മൾ വെള്ളം കാണുന്നു. ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് തോന്നുമല്ലോ, അതൊക്കെ എങ്ങനെ ഓടിച്ച് അത് ആ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ഈ കഴിഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്ന് വന്ന് ചാടുന്നത് വെള്ളത്തിലാണെങ്കിൽ പെട്ടു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തന്നെ മിസ്റ്റേക്കാണ്, നമ്മൾ ഓടിച്ച് കയറ്റിയത്. മാക്സിമം അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. പക്ഷെ അതേസമയം തന്നെ നമ്മൾ ലോങ് ക്യൂ ആയി പോയി, ആൾക്കാരൊക്കെ ഈ സ്റ്റക്കിൽ പെട്ടു. ഒരു പ്രശ്നമില്ല, നിങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുക, വെള്ളം വന്ന് കയറിക്കോട്ടെ, വണ്ടി മുങ്ങിക്കോട്ടെ, പ്രശ്നമില്ല. കാരണം നമ്മൾ ലോങ് ക്യൂവില് ട്രാഫിക്കിൽ പെട്ടുപോയതിന് കൊണ്ടാണല്ലോ, ഒരു പ്രശ്നമില്ല. നിങ്ങൾ വണ്ടി സേഫ് ആക്കി ലോക്ക് ചെയ്തിട്ട് ഇറങ്ങുക, സാധനങ്ങളെല്ലാം എടുത്ത് ഇറങ്ങുക എന്നുള്ളതാണ്. ബാക്കിയെല്ലാം ഫുൾ കവർ ആണെങ്കിൽ ഇൻഷുറൻസ് കമ്പനി അത് ഹാൻഡിൽ ചെയ്യും. അതിൻ്റെതായ രീതിയിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് ആണ് നിങ്ങൾ എടുത്തിരിക്കുന്നുണ്ടെങ്കിൽ. കാരണം ഇപ്പോൾ ഒരുപാട് ഇൻഷുറൻസ് കമ്പനികൾ അന്നത്തെ ഒരു ഇതിന് ശേഷം നാച്ചുറൽ കലാമിറ്റി കവർ ചെയ്യാത്ത ഫുൾ കവർ കൊടുക്കുന്ന ഇൻഷുറൻസ് കമ്പനികളുണ്ട്. അപ്പോൾ ആ പോയിന്റ് എല്ലാം കറക്റ്റ് നോട്ട് ചെയ്തതിന് ശേഷം മാത്രം പോളിസികൾ ബൈ ചെയ്യുക എന്നുള്ളതാണ്. ഫുൾ കവർ ആയിരിക്കാം, ചില ആളുകൾക്ക് ഒരു ധാരണയുണ്ട് ഫുൾ കവർ ആണെങ്കിൽ എല്ലാം കവർ ആയിരിക്കും. റെഡ് അങ്ങനെയല്ല.
അതിനെല്ലാം പല ഇൻഷുറൻസ് കമ്പനികളും നാച്ചുറൽ കലാമിറ്റി ഇപ്പോഴും കവർ ചെയ്യാത്ത ഫുൾ കവർ കൊടുക്കുന്ന ഇൻഷുറൻസ് കമ്പനികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നോക്കി നമ്മളിപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഫീൽഡ് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ഒറ്റൊരു ഇൻഷുറൻസ് കമ്പനിനെ അല്ല പ്രൊമോട്ട് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ നമ്പർ ഓഫ് ഇൻഷുറൻസ് കമ്പനികളുടെ കൊട്ടേഷൻസ് ഉണ്ടാവും. അതാണ് നമ്മുടെ ഇൻഷുറൻസ് എടുക്കുന്നതിനുള്ള ഏറ്റവും വലിയ കാര്യം. നിങ്ങൾക്ക് ഒരു കൊട്ടേഷൻ അല്ല കിട്ടുക, അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് കമ്പനി അല്ല കിട്ടുന്നത്. നമ്മൾ ഇപ്പോൾ ഒരു റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ റിക്വസ്റ്റിന് അനുയോജ്യമായ 4 or 5 ഓപ്ഷൻ നൽകിയിരിക്കും. ആ 4 or 5 ഓപ്ഷൻ നമ്മൾ കറക്റ്റായിട്ട് കസ്റ്റമറിനെ എഡ്യൂക്കേറ്റ് ചെയ്യും. ഈ പോളിസി എടുത്താൽ ഇങ്ങനെയാണ് കേട്ടോ, സുക്കൂൻ എടുത്താൽ ഇങ്ങനെയാണ്, ഖത്തർ എടുത്താൽ ഇതാണ്, ലിവ ഇൻഷുറൻസ് എടുത്താൽ ഇതാണ്, GIG എടുത്താൽ ഇതാണെന്നുള്ളത് കറക്റ്റ് പറഞ്ഞു കൊടുത്ത് അത് കസ്റ്റമറിനെ എഡ്യൂക്കേറ്റ് ചെയ്തതിന് ശേഷം കസ്റ്റമർ തന്നെ ചൂസ് ചെയ്യാം, അന്ന് എനിക്ക് അത് മതി കേട്ടോ എന്നുള്ളത് പറഞ്ഞ് അത് അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ലാണ്ട് നമ്മളായിട്ട് അടിച്ചേൽപ്പിക്കുന്ന ഒരു ഇതില്ല. പിന്നെ മറ്റൊരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഇൻഷുറൻസ് ഉണ്ട്, നമ്മൾ ഇപ്പം UAE ഉള്ള ആളാണ്. ഈ UAE നിന്ന് ഇപ്പോൾ സ്വാഭാവികമായിട്ട് സ്വന്തം വാഹനമുള്ള പലരും മറ്റ് ഇപ്പം ഈദ് വരുന്നു, അല്ലെങ്കിൽ ബിസിനസ് ട്രിപ്പായിട്ട് ഒമാനിലോ മറ്റ് രാജ്യത്തേക്ക് പോകുന്നു. അപ്പം അവിടെ വെച്ച് ഒരു ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അതിൻ്റെ റിയൽ ആയിട്ട് പലരും പല രീതിയിലുള്ള കംപ്ലയിൻസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പം അതെങ്ങനെയാണ് അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത്? അതെന്ന് പറയുന്നത് മെയിനായിട്ട് അതിന് മുന്നായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ വെഹിക്കിൾ ഇൻഷുറൻസിൽ 2006 മോഡൽ മുതലുള്ള 2024-25 മോഡൽ വരെയുള്ള വണ്ടികൾക്ക് നമ്മൾ ഫുൾ കോംപ്രിഹെൻസീവ് കവർ കൊടുക്കുന്നുണ്ട്. ഈ ഫുൾ കോംപ്രിഹെൻസീവ് കവറുള്ള വണ്ടികൾക്കാണ് മറ്റുള്ള രാജ്യത്തേക്ക് പോകാനായിട്ടുള്ള അനുമതി കൊടുക്കുന്നത് ബോർഡറിൽ നിന്ന്. അതിൽ ഇപ്പോൾ മെയിനായിട്ട് ഇവിടെ ഈദ് ഹോളിഡേയ്സ് ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ലോങ് ഹോളിഡേയ്സ് വരുമ്പോൾ എല്ലാവരും പോകാറുള്ള സ്ഥലങ്ങളാണ് ഒമാനും ഖത്തറും. അല്ല, ഒമാനിലോട്ടാണ് കൂടുതൽ ആളുകളും യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുൾ കോംപ്രിഹെൻസീവ് കവറാണ്. ലോൺ ഇല്ലാത്ത വണ്ടികളാണെന്നുണ്ടെങ്കിൽ NOC ഒന്നും ഇല്ലാതെ നമുക്ക് ഒമാനിലോട്ട് ബോർഡർ കടന്ന് പോകാം. അതിൽ വളരെ ചുരുക്കം ഇൻഷുറൻസ് കമ്പനികൾ മാത്രമാണ് ഒമാനിലോട്ടുള്ള കംപ്ലീറ്റ് ആക്സസ്, കംപ്ലീറ്റ് ഇൻഷുറൻസ് തേർഡ് പാർട്ടി അടക്കം കൊടുത്തു പോകുന്നത്. അതിനൊരു വലിയൊരു ഉദാഹരണമാണ് സുക്കൂൻ ഇൻഷുറൻസ്. അവരുടെ ആദ്യത്തെ പേര് ഒമാൻ ഇൻഷുറൻസ് എന്നായിരുന്നു. ഇപ്പോൾ ഒരു ന്യൂ റീബ്രാൻഡ് ചെയ്തിട്ട് സുക്കൂൻ എന്നാണ് അവരുടെ പുതിയ പേര് വന്നിരിക്കുന്നത്. ആ ഇൻഷുറൻസ് കമ്പനിയിൽ നമുക്ക് ഫുൾ കവർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ഫുൾ കവർ പോളിസിയിലും UAE ജിയോഗ്രഫിക്കൽ എക്സ്റ്റൻഷൻ ഏരിയ കവറേജ് UAE, ഒമാൻ ആൻഡ് ഖത്തർ കൊടുക്കുന്നുണ്ട്. അതിൽ ഒമാനിലോട്ടും ഖത്തറിലോട്ടും പോകാനായിട്ട് നമ്മൾ അവർക്കൊരു ഫ്രീ ആയിട്ട് ഓറഞ്ച് കാർഡ് നൽകുന്നുണ്ട്. 12 മാസം വാലിഡിറ്റി ആണ് ഇതിനുള്ളത്. നമ്മുടെ പോളിസി പീരീഡ് മുതൽ 12 മാസം വരെയാണ് അതിൻ്റെ വാലിഡിറ്റി ഉള്ളത്. ആ ഓറഞ്ച് കാർഡ് ഉണ്ട് എങ്കിൽ നമുക്ക് ബോർഡറിൽ നിന്ന് വേറെ സെപ്പറേറ്റ് ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ബാക്കിയുള്ള ഇൻഷുറൻസ് കമ്പനികൾ ഫുൾ കവർ ആയിരിക്കും. എന്നിരുന്നാലും ബാക്കിയുള്ള ഇൻഷുറൻസ് കമ്പനികളിൽ ജിയോഗ്രഫിക്കൽ ഏരിയ കവറേജ് എന്ന് പറയുന്നത് UAE മാത്രമായിരിക്കും കംപ്ലീറ്റ്ലി. പ്ലസ് ഒമാൻ ഓൺ ഡാമേജ് എന്നായിരിക്കും, അല്ലെങ്കിൽ സൽത്തനേറ്റ് ഓഫ് ഒമാൻ, അല്ലെങ്കിൽ ഒമാൻ ഓൺ ഡാമേജ് എന്നൊക്കെ ആയിരിക്കും മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. അതെന്ന് പറയുന്നത് നമ്മുടെ വണ്ടി ഒമാനിൽ കവർ ആയിരിക്കും. പക്ഷെ നമ്മൾ പോയി ഇടിക്കുന്ന ഒരു വണ്ടി, അല്ലെങ്കിൽ ചിലപ്പോൾ ദുബായ് പ്ലേറ്റ് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒമാനി പ്ലേറ്റ് ഉള്ളൊരു വണ്ടി ആയിരിക്കാം. അങ്ങനെയുള്ളവരുടെ വണ്ടി അവിടെ വെച്ച് ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ അത് കവർ ചെയ്യണമല്ലോ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് വലിയൊരു നഷ്ടം വരില്ലേ. അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ബോർഡറിൽ നിന്ന് നമ്മൾ തേർഡ് പാർട്ടി കവർ എടുത്തിട്ട് തന്നെ പോകണം. നമ്മുടെ മുളിക്ക് അവിടെ ചെന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ അവർ തന്നെ പറയും നിങ്ങൾ തേർഡ് പാർട്ടി എടുക്കണോ വേണ്ടയോ എന്നുള്ളത് അവർ തന്നെ പറയും. അതിൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ സുക്കൂൻ ഇൻഷുറൻസ്, ഖത്തർ ഇൻഷുറൻസ്, ലിവ ഇൻഷുറൻസ്, GIG ഇൻഷുറൻസ്, ഈ ഇൻഷുറൻസ് വത്തനിയ തക്കാഫുൽ ഇൻഷുറൻസ് കമ്പനി, ഇതെല്ലാം തന്നെ ഒമാൻ ഓറഞ്ച് കാർഡ് കൊടുക്കുന്നുണ്ട്. അതുണ്ടെന്നുണ്ടെങ്കിൽ ആ കാർഡ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ QR കോഡ് സഹിതമാണ് ഇതിപ്പോൾ വരുന്നത്, ഡിജിറ്റൽ ആണല്ലോ എല്ലാം. അപ്പോൾ അത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ഇൻഷുറൻസ് ബോർഡറിൽ നിന്ന് എടുക്കേണ്ട, നമ്മുടെ വിസ എടുക്കുക പോകുക എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം നമ്മൾ ബോർഡറിൽ നിന്ന് തേർഡ് പാർട്ടി കവർ എടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ വണ്ടികൾ ഡാമേജ് ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മുടെ വണ്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഷുറൻസ് കമ്പനി തന്നെയാണ് UAEയിലോട്ട് വരുത്തിച്ചതിന് ശേഷം നന്നാക്കി തരിക, റിപ്പയർ ചെയ്യുക. കൃത്യമായി നല്ലൊരു ഇൻഫർമേഷനാണ് കിട്ടിയത്. ഏതായാലും വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു തന്നത്. വളരെ സന്തോഷം. ഇത്രയും നേരം Our TV 24/7 സഹകരിച്ചതിൽ താങ്ക് യു. This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajman.